നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദോഷകരമൊന്നുമില്ല എന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്, ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഭക്ഷണം കഴിച്ച ശേഷം ഉടൻ തന്നെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നത് ആരോഗ്യത്തെ ഗുരുതരമായിട്ട് ബാധിക്കും. പലതരം രോഗാവസ്ഥകളിലേക്കാണ് ഇതെത്തിക്കുന്നത്. എന്നാൽ വളരെ നിർദോഷകരമെന്ന് കരുതി പോരുന്ന ഒരു ശീലമാണിത്. മിക്ക ആളുകളും വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്തോ ഭക്ഷണം കഴിച്ച ഉടനെ ഇരിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ കിടക്കാൻ ശ്രമിക്കാറുണ്ട്. പലരും ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഉച്ചമയക്കം എന്ന പേരിൽ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങുന്ന ഒരു ശീലമൊക്കെയുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ രക്തത്തിലെ ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ പെട്ടെന്ന് വർദ്ധിക്കുന്നത് വഴി പെട്ടെന്ന് നമുക്കൊരു ക്ഷീണം അല്ലെങ്കിൽ ചെറിയൊരു മയക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് വിശ്രമിക്കാനുള്ള ഒരു തോന്നലുണ്ടാകുന്നത്. എന്നാൽ ഈ ഒരു ശീലം വളരെ അനാരോഗ്യകരമാണ്. അതൊട്ടും ആരോഗ്യത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ശേഷം ഉടൻ തന്നെ കുളിക്കുന്നവരുമുണ്ട്. ഇത് തികച്ചും തെറ്റായ ഒരു രീതിയാണ്. ഭക്ഷണം കഴിച്ച ശേഷം ആമാശയത്തിൽ ദഹന പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് കുളിക്കുന്നത് ദഹനത്തെ തടസ്സപ്പെടുത്തും. കാരണം ശരീരത്തിൽ വെള്ളം വീണ് നനയുന്ന സമയത്ത് ശരീരം തണുക്കുകയും ആമാശയത്തിലെ ദഹനരസത്തിൻ്റെ ഊർജം നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് ആഹാര സാധനങ്ങൾ വിഘടിക്കുന്ന പ്രക്രിയയെ തടയും. മാത്രമല്ല, രക്തസമ്മർദ്ദ നില ഉയരാനും ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തെ കാര്യമാണ് ഭക്ഷണം കഴിച്ച ശേഷം ഉടൻ തന്നെ തണുത്ത വെള്ളം കുടിക്കുന്നത്. അതും ദഹന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും. വെള്ളം കുടിക്കുമ്പോൾ ആമാശയത്തിലെ ദഹനരസത്തിൻ്റെ വീര്യം കുറയുകയും ആഹാര പദാർത്ഥങ്ങൾ ദഹിക്കാതെ കിടക്കുകയും ചെയ്യും. പതിവായി ഈ ശീലം പിന്തുടരുന്നവരിൽ അസിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ അൾസർ പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ചൂടുവെള്ളം കുടിക്കുന്നത് അത്ര ദോഷകരമല്ല. എന്നാൽ തണുത്ത വെള്ളം, ഭക്ഷണം കഴിച്ച ഉടനെ തണുത്ത വെള്ളം കുടിക്കുന്നത് ഒട്ടും ആരോഗ്യത്തിന് നല്ലതല്ല. എന്നാൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം തണുത്ത വെള്ളം കുടിച്ചാലും പ്രശ്നമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, പൊതുവെ പഴങ്ങൾ കഴിക്കുന്നതെല്ലാം തന്നെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്നാൽ ഭക്ഷണം കഴിച്ച ശേഷം ഉടൻ തന്നെ പഴങ്ങൾ കഴിക്കുന്നത് ദഹന പ്രക്രിയയെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും രക്തത്തിലെ പഞ്ചസാര ഉയരുകയും ചെയ്യും. പ്രത്യേകിച്ച് പല പഴങ്ങൾ ഇടകലർത്തി കഴിക്കുന്നത്, ഒരേ ഇനം പഴമാണെങ്കിലും ഭക്ഷണശേഷം കഴിക്കുന്നത് അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. പഴങ്ങൾ വേഗത്തിൽ ദഹിക്കുകയും ദഹനരസം അതിനായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ തൊട്ടു മുൻപ് കഴിച്ചിട്ടുള്ള കട്ടിയുള്ള ആഹാരമാണെങ്കിൽ അത് ദഹിക്കാതെ കിടക്കുന്നതിന് ഇത് കാരണമാവും. അതുപോലെ 5ാമത്തെ ഒരു ശീലമാണ് ഭക്ഷണം കഴിച്ച ഉടനെ ചായ, കാപ്പി ഇവയൊക്കെ കുടിക്കുക എന്നത്. പൊതുവെ ചായയും കാപ്പിയും ഒക്കെ പല ആൾക്കാർക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു പാനീയമാണ്. എന്നാൽ ആഹാരം കഴിച്ച ഉടൻ തന്നെ ഇത് കുടിക്കുന്നത് ഒട്ടും നല്ലതല്ല. അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഭക്ഷണശേഷം ചായ, കാപ്പി പോലുള്ളവ ശീലമാക്കിയാൽ അത് ദഹനം ഇല്ലാതാക്കുകയും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഭക്ഷണത്തിന് 1 മണിക്കൂർ മുൻപോ ഭക്ഷണം കഴിച്ചതിന് 1 മണിക്കൂർ ശേഷമോ ഒക്കെ ചായയോ കാപ്പിയോ കുടിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ, നമ്മുടെ ഭക്ഷണം കഴിച്ച ഉടനെ കുടിക്കുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന കഫീൻ അത് ദഹന പ്രശ്നം ഉണ്ടാക്കുകയും അസിഡിറ്റി ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ 6ാമത്തെ കാര്യമാണ് ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങുന്ന ഒരു രീതി. ഉച്ചഭക്ഷണം അല്ലെങ്കിൽ അത്താഴം ഇവയൊക്കെ കഴിച്ചിട്ട് ഉടൻ തന്നെ കിടന്നുറങ്ങുന്ന ഒരു രീതി പലർക്കും ഉള്ളതാണ്. എന്നാൽ ഇത് വളരെ ദോഷകരമായ ഒരു രീതിയാണ്. കഴിച്ച ഭക്ഷണം വേഗത്തിൽ ദഹിക്കുന്നതിനും പോഷകങ്ങൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിനും ഭക്ഷണം ശേഷം നമ്മുടെ ശരീരം കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഊർജ്ജസ്വലമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഊർജ്ജസ്വലതയോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഭക്ഷണം ആമാശയത്തിൽ എത്തിയ ഉടൻ കഴിച്ച ആൾ ഉറങ്ങിയാൽ ഉറക്കം നമ്മുടെ ശരീരത്തിലെ എല്ലാ തരം പ്രവർത്തനത്തെയും കുറഞ്ഞ വേഗത്തിലാക്കും അല്ലെങ്കിൽ മന്ദഗതിയിലാക്കും. അതുകൊണ്ട് തന്നെ ദഹന പ്രവർത്തനം പൂർണ്ണമാവില്ല. എങ്കിൽ ഇത് പതിവായിട്ട് സംഭവിക്കുന്നവരിലാണെങ്കിൽ, പതിവായിട്ട് ഇതുപോലെ ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങുകയാണെങ്കിൽ ദഹന സംബന്ധമായ പല പ്രശ്നങ്ങളും കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഉറക്കം മാറ്റിവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ഉറങ്ങാവുന്നതാണ്. ഉറങ്ങുമ്പോൾ ഇടതുവശം ചരിഞ്ഞ് കിടന്ന് മാത്രം ഉറങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഇടതുവശത്താണ് ആമാശയം സ്ഥിതി ചെയ്യുന്നത്. വലതുവശം ചെരിഞ്ഞ് കിടക്കുന്നത് ദഹനരസത്തിൻ്റെ അസാധാരണമായ ചലനത്തിന് കാരണമാവുകയും ദഹനത്തെ ബാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഹെവി ഫുഡ് കഴിച്ചതിന് ശേഷമാണെങ്കിൽ. ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ലാത്ത ഈ ഒരു 6 കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.